എൻ്റെ അനിയത്തിയായിരിക്കുന്നു. എന്നെക്കാട്ടിൽ ഓർമ്മയും ബുദ്ധിയും ശക്തിയും ഒക്കെ അവൾക്കുണ്ട്. ഞങ്ങൾ ചേട്ടത്തി അനിയത്തിയുമാണ്. ഞങ്ങൾ എന്തു പറയാനാ, ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പ്രയാസങ്ങളെന്തുവാ, പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഞങ്ങൾ രണ്ട് സിനിമാ താരങ്ങളായി. ആദ്യം ഞാനാണ് സിനിമാ രംഗത്ത് വന്നത്. ഞാൻ വന്ന് 10 വർഷത്തിന് ശേഷമാണ് എൻ്റെ ചേച്ചി ഈ രംഗത്ത് വന്നത്. എനിക്ക് കൂട്ടിന് വന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ആയപ്പോൾ നമ്മുടെ തിക്കുറി സുകുമാരൻ നായർ സാർ പറഞ്ഞു, പങ്കജം ഭവാനിയെ കൂടെ ഒരു വേഷം കൊടുത്ത് അഭിനയിപ്പിക്കുക. അപ്പോൾ ഇവർക്ക് വലിയ നാണമാണ്, ഇവരെന്നിനും പുറത്തോട്ടിറങ്ങത്തില്ല. പറഞ്ഞ് ശരിയോ തെറ്റോ എന്ന ചിത്രത്തിൽ മാത്തപ്പനാശാൻ്റെ ഭാര്യയായിട്ട് ഒരു വാതരോഗിയായിട്ട് ചേച്ചി കിടന്നുകൊണ്ട് അഭിനയിച്ചു. ആ അഭിനയം കഴിഞ്ഞപ്പോൾ പേടിയെല്ലാം അങ്ങ് മാറി. പിന്നീട് പലരും സിനിമയിൽ വിളിച്ചു, നാടകത്തിൽ വിളിച്ചു. നാടകത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അമ്മയായിട്ട് അഭിനയിച്ചു. വേലുത്തമ്പി ദളവ, അതായിരുന്നു നാടകം. അതിൽ ഞാനും അവരോടൊപ്പം അഭിനയിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച കൂടിയാൽ ഒരു 5-10 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സ്വന്തമായി ഒരു നാടക സമിതി രൂപീകരിച്ചത് കാരണം എനിക്ക് സിനിമയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ചെമ്മീൻ, കരകാണാക്കടൽ, അങ്ങനെ തുല്യം ചില ചിത്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. അന്നും ഞങ്ങളെപ്പോലുള്ള താരങ്ങൾക്ക് തുച്ഛമായ തുകയെ പ്രൊഡ്യൂസേഴ്സ് തന്നിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിയത്, അതായത് 3000 രൂപ ചെമ്മീനിൽ കിട്ടി. അതിനുശേഷം ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത്? കുഞ്ചാക്കോയുടെ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം തരുന്നത് 500 രൂപയാണ് ഒരു പടത്തിന്. വലിയ റോളായാലും ശരി, ചെറിയ റോളായാലും 500 രൂപയേ ഉള്ളൂ. നമ്മൾ കാശ് കൂടുതൽ ചോദിച്ചാൽ പറയും, നീ കണക്ക് പറയാൻ തുടങ്ങിയോ, അടുത്ത പടത്തിന് നീ ഇല്ല. നമുക്കത് കേൾക്കുമ്പോൾ വിഷമമാവും. ശരി മുതലാളി, ഞാൻ സമ്മതിച്ചു. 500 രൂപയ്ക്ക് പിന്നെ എങ്ങനെ പോയി നാട്ടിൽ താമസിക്കാമല്ലോ, മദ്രാസിലെങ്ങും പോയി കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വെച്ചാണ് ആയിടെ മദ്രാസിൽ ഉള്ള സിനിമകൾ ഞാൻ ചുരുക്കിയത്. ഞാൻ പോകുന്നതിന് ശേഷം എൻ്റെ സ്ഥാനത്ത് കോമഡി അഭിനയിക്കാൻ വേറെ അധികം നടികളും ഉണ്ടായിരുന്നില്ല. സുകുമാരിയെ കൂടാതെ അവളുടെ പേരെന്തോ ചേച്ചി, ശ്രീലത അവരൊക്കെയാണ് കോമഡി എന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നത്. SP പിള്ളയും ഞാനും ധാരാളം ചിത്രങ്ങളിൽ ജോഡിയായി അഭിനയിച്ചു. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചാൽ ആ പങ്കജത്തിനും ഒരു വേഷം കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്താണ് പല പടങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ചെമ്മീനിലും എൻ്റെ അണ്ണൻ്റെ ശുപാർശ പ്രകാരമാണ് രാമു സാറ് എന്നെ വിളിച്ചത്. നല്ല പെണ്ണ്, ആ കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനൊക്കാത്ത കഥാപാത്രമാണ്. ഇപ്പോഴും ചെമ്മീൻ പല പ്രാവശ്യം വന്നുകൊണ്ടിരിക്കും. അവിടെ കാണാവുന്നിടത്തൊക്കെ പോയി കാണും.